നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി പ്രചരിപ്പിക്കണം, സംഭാവന, പരസ്യം എന്നിവയെല്ലാം നൽകുക. ആവശ്യമായ നമ്പറുകൾ ഞങ്ങൾ ചാനലിൽ വച്ചിട്ടുണ്ട്, വീഡിയോയിൽ വച്ചിട്ടുണ്ട്. പണത്തിന് പിണങ്ങിയാൽ പലിശ കൊണ്ട് നേടാം, പെണ്ണിന് പിണങ്ങിയാൽ ബ്രഹ്മന് പോലും തടുക്കാനാകില്ല. അധികാരവുമായി ബന്ധപ്പെടുത്താണ് ഈഗോ, കോംപ്ലക്സ് അതെല്ലാം വരുന്നത്. അപ്പോൾ അധികാരം, സമ്പത്തുമായി ബന്ധപ്പെടുത്തില്ല അഴിമതി വരുന്നത്, പെണ്ണ്, മദ്യം, മയക്കുമരുന്ന്, ഇങ്ങനെ കുറേ വസ്തുക്കൾ മനുഷ്യനെ എന്നും ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഇതിൽ ഈ സ്ത്രീ ഒഴിച്ചുള്ളത് ബാക്കി എല്ലാവരെയും ഹോണ്ട് ചെയ്യും. സ്ത്രീ എന്നുള്ളത് പുരുഷനെ ഹോണ്ട് ചെയ്യും. എല്ലാ കാലവും ഉണ്ട്. വിശ്വാമിത്ര മഹർഷി കണ്ണടച്ചുകൊണ്ട് തപസ് ചെയ്തു. അപ്പോൾ മാലാഖമാർ അവർക്ക് ഈ അപ്സരസുകൾക്ക് ഈ തപസ് മുടക്കണം എന്നുള്ളൊരു കഥ വന്നപ്പോൾ, അത് എൻ്റെ കഥയിലേക്ക് ഞാൻ പോകുന്നില്ല, അതിൽ ഒരു അപ്സരസ് വന്നിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്സരസുകളായതുകൊണ്ട് അവരുടെ ശരീരത്തിൽ നിന്ന് നല്ല ഗന്ധവും പുറത്തേക്ക് വരും. കാരണം അവർ ആ രീതിയിലുള്ള ആളുകളാണ്, അപ്സരസുകളല്ല. കണ്ണടച്ചിരുന്ന വിശ്വാമിത്രൻ അദ്ദേഹം ഈ ഗന്ധമടിച്ച്, മൂക്കിലോടെ അടിച്ച് കയറിയ ഗന്ധം അടിച്ച്, ഇതെന്താണ് ഒരു സ്ത്രീ ഗന്ധം അല്ലെങ്കിൽ മറ്റൊരു ഗന്ധം എന്നറിഞ്ഞുകൊണ്ട് കണ്ണു തുറന്നുവെന്നും തപസ് മുടങ്ങിയെന്നും അതിൽ കുഞ്ഞുങ്ങളുണ്ടായി എന്നൊക്കെയാണ് കഥ. അപ്പോൾ വിശ്വാമിത്രന് പോലും പറ്റുന്നില്ല. സ്വാമിമാർ, സന്യാസിമാർ, ആശ്രമത്തിൽ ജീവിക്കുന്നവർ എല്ലാവരും അല്ല കേട്ടോ. എന്നാൽ പള്ളിയിൽ അച്ഛന്മാർ, പിതാക്കന്മാർ, മദ്രസകളിൽ പഠിപ്പിക്കുന്നവർ, അധ്യാപകർ, മുല്ലാക്കന്മാർ, അങ്ങനെ തുടങ്ങി കോളേജ് അധ്യാപകർ, സ്കൂൾ അധ്യാപകർ, അങ്ങനെ സമൂഹത്തിലെ സമസ്ത ജനവിഭാഗങ്ങളിലുമുള്ള പുരുഷന്മാർ, ഞാൻ പറഞ്ഞല്ലോ, ഗൃഹസ്ഥാശ്രമ ജീവിതം ഉപേക്ഷിച്ച് വാനപ്രസ്ഥത്തിലൂടെ കയറി സന്യാസത്തിലെത്തിയവർ പോലും ചില നിമിഷങ്ങളിൽ സ്ത്രീകളുടെ കാര്യത്തിൽ വലിയ പ്രശ്നമാകാറുണ്ട്. ഒരു കുഞ്ഞു കഥ പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാം. സ്വാമി വിവേകാനന്ദൻ യുവ തേജസ്വിയാണ്, വലിയ പ്രഭാഷകനാണ്, പ്രസംഗകനാണ്, വലിയ ഓറയുള്ള ആളാണ്. സംസാരിക്കുമ്പോഴൊക്കെ അടുത്ത് ചെന്നാൽ ഒരു ആകർഷകത്വം തോന്നുന്ന ആളാണ്. ഇദ്ദേഹത്തെ അമേരിക്കയിൽ വെച്ചാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അതോ ബ്രിട്ടനിൽ വെച്ചാണോ, അത് സ്ഥലം എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഒരു ഹോട്ടലിൽ വെച്ച് ചാരസുന്ദരികൾ, അവരാരെയും കീഴടക്കുന്നവരാണ്, ആരെയും തള്ളിയിടുന്നവരാണ്. ചാരസുന്ദരികൾ നല്ല ഗന്ധമെല്ലാം അടിച്ചുകൊണ്ട് അല്പവസ്ത്രധാരികളായി 4-5 പേർ, നല്ല സുന്ദരികളാണ് അവർ. ലോകത്തെ ഏത് ഭരണാധികാരിയെയും വീഴ്ത്താൻ കഴിയുന്ന വലിയ ചാരസുന്ദരികളാണ് അവർ. സ്വാമി വിവേകാനന്ദനെ കാണാൻ ഹോട്ടലിൽ എത്തിയെന്നും വിവേകാനന്ദനോട് കണ്ണുകൊണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആംഗ്യം കൊണ്ടും വാക്കുകൾ കൊണ്ടും ഒരുപാട് ലൈംഗിക ചുവയുള്ള, ലൈംഗിക പ്രേരണയുള്ള വർത്തമാനങ്ങൾ പറഞ്ഞുവെന്നും വസ്ത്രധാരണം കൊണ്ട് തന്നെ ലൈംഗിക ചേതനയൊക്കെ ഉണ്ടാകാവുന്ന നിലയിൽ, അത് കണ്ടാൽ പോലും ഉണ്ടാകാവുന്ന നിലയിലേക്കുള്ള രീതിയിലൊക്കെയാണ് പ്രവർത്തിച്ചതെന്നും, എന്നാൽ സ്വാമി വിവേകാനന്ദൻ വളരെ കൂളായി യാതൊരു ഭാവവ്യത്യാസമില്ലാതെ കണ്ണിൽ തന്നെ, ഇവരുടെ കണ്ണുകളിൽ തന്നെ മാത്രം നോക്കുകയും ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് പോലും മറ്റൊരു ഭാഗത്തിലെ പോലും കണ്ണ് പോലും അയക്കാതെ വളരെ നിർനിമേഷനായി നിന്നുകൊണ്ട് സംസാരിച്ചു. ഒരു രോമം പോലും അദ്ദേഹത്തിൻ്റെ അങ്ങനെ പറയാറുണ്ട്, രോമം പോലും ഉണർന്നില്ല. അത്ര വളരെ മനോഹരമായി നിന്നപ്പോൾ ആ സ്ത്രീകൾ കുറേ സമയം ശ്രമിച്ചിട്ടും ഈ യുവ സന്യാസി വീഴുന്നില്ലല്ലോ എന്ന് മനസ്സിലാക്കി എഴുന്നേറ്റ് അവർ കാലിൽ വീണ് തൊഴുതിൽ പറഞ്ഞു, ഞങ്ങൾ ആദ്യമായൊരു പുരുഷനെ കാണുകയാണ് എന്ന് പറഞ്ഞു. ഇത് ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ ദൗർബല്യങ്ങളുള്ളവരെ പറയാനോ ദൗർബല്യങ്ങളില്ലാത്തവർ പറയാനോ ഒന്നുമല്ല. പക്ഷെ മാനവരാശി ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ ഈ കഥകളൊക്കെ പറഞ്ഞത് 2 യുവ നേതാക്കൾ, 2 പേരും നാളെ മന്ത്രിമാരോ ചിലപ്പോൾ ഇനി മുഖ്യമന്ത്രിയോ ഒക്കെ ആകാൻ സാധ്യതയുള്ള, കേന്ദ്രമന്ത്രിമാരൊക്കെ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കേന്ദ്രമന്ത്രിമാരൊക്കെ ആകാൻ സാധ്യതയുള്ള, എല്ലാ കാലവും പാർലമെൻ്ററി രംഗത്ത് നിൽക്കാൻ സാധ്യതയുള്ള 2 പേർ. 2 പേരും പാലക്കാട് ഭാഗത്തു നിന്നാണ്. ഒരാൾ MP ആണ്, ഒരാൾ MLA ആണ്. ആ 2 പേർക്കെതിരെയും സ്ത്രീകൾ കൂട്ടമായി വന്ന് ആക്ഷേപം പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഒരു പ്രവാസി എഴുത്തുകാരി, ഞാൻ പേര് പറയുന്നില്ല, എഴുത്തുകാരി വന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ മാനനഷ്ട കേസ് കൊടുത്തോളൂ എന്ന് പറയുന്നു. അവരുടെ മൊബൈലിൽ, ഇൻസ്റ്റഗ്രാമിൽ, അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൊക്കെ ചെന്ന് അശ്ലീല പദങ്ങളും അനാവശ്യ സമയത്ത് ഉള്ള മെസ്സേജുകളും മറ്റാവശ്യങ്ങൾക്ക് വിളിക്കലും ഒക്കെ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നൊരു വനിതാ എഴുത്തുകാരി വന്ന് പറഞ്ഞു. അവർ ശ്രീലങ്കയിലേക്ക് പോകുമ്പോൾ, അവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞതുകൊണ്ട് നമുക്ക് പറയുന്നതിൽ ബുദ്ധിമുട്ടില്ല, ശ്രീലങ്കയിലേക്ക് പോകുമ്പോൾ ആ യാത്ര കൂടെ പോയാൽ പറ്റുമോ എന്നൊക്കെയുള്ള നിലയിലേക്കുള്ള ചിന്തകൾ ആ യുവ MLAയിൽ നിന്ന് വന്നു. രണ്ടാമത് യുവ MP യിൽ നിന്നും ഇതുപോലത്തെ ചിന്തകൾ വരുന്നു എന്നുള്ള വാദം വരുന്നുണ്ട്.
യുവ MLA കുറിച്ച് യുവ MP പരാതി പറഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ എനിക്കും കൂടെ കിട്ടുമോ എന്നുള്ള നിലയിൽ അദ്ദേഹം അതിനെ സമീപിച്ചു എന്നൊക്കെയാണ് പരാതികൾ. വളരെ മോശമാണ്. നേരത്തെ നമ്മുടെ ഒരു സോളാർ കേസുമായി ബന്ധപ്പെടുത്തി ഒരു സ്ത്രീയുടെ പേരിൽ വരാത്ത ആരുമില്ല. ഉമ്മൻചാണ്ടി സാറിനെ പോലെയുള്ള 75 വയസ്സുള്ള വളരെ വളരെ സാത്വികനായിട്ടുള്ള ഉമ്മൻചാണ്ടി സാറിനെ പോലും പരസ്യമായി അദ്ദേഹം ക്ലിഫ് ഹൗസിൽ വെച്ച് പകൽ ഈ അന്ന് എന്താണ് ഈ പരാതിയായ ഒന്ന് സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് റേപ്പ് ചെയ്തു എന്ന് പരസ്യമായി കോടതിയിൽ എഴുതി കൊടുക്കുകയും ഉമ്മൻചാണ്ടി സാറിനെ മണിക്കൂറുകളോളം വെള്ളം പോലും കുടിക്കാതെ പരസ്യ വിചാരണ പോലെ ഒരു ജഡ്ജി കമ്മീഷൻ കേട്ടതും കേരളം കണ്ടതാണ്. അതുകൊണ്ട് എൻ്റെ യുവ നേതാക്കളെ, നിങ്ങളെക്കുറിച്ച് ഗ്രീൻ ഗ്ലോബൽ ചാനലിലും ഈ സംസാരിക്കുന്ന സുഭാഷിതം ചാനലിലും മറ്റ് നിരവധി ചാനലുകളിലും ഞാൻ അഭിപ്രായം പറഞ്ഞിരുന്നു. വളരുന്ന കുഞ്ഞിനെ കണ്ടാൽ അറിയാം. നിങ്ങൾക്ക് പെട്ടെന്ന് വളർച്ച കിട്ടി, പക്ഷേ പെട്ടെന്ന് വളർച്ച കിട്ടുമ്പോൾ അത് അപകടമാണ്. നിങ്ങൾ പക്വതയില്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളായാലും നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ പെട്ടി വിവാദമൊക്കെ ആയാലും നിങ്ങൾ ഓവറായിരുന്നു. ആവശ്യമില്ലാത്ത ഹൈപ്പുണ്ടാക്കാൻ സോഷ്യൽ മീഡിയയിൽ വന്ന് റീല് കളിക്കുന്നവരായിരുന്നു. ഇപ്പോൾ PJ കുര്യനെ പോലുള്ള പക്വതയുള്ള മന്ത്രിമാർ, മുൻ മന്ത്രിമാർ, കോൺഗ്രസിൻ്റെ നേതാക്കൾ പറയുന്നത് ശരിയായി വരുന്നില്ലേ? യുവ MLA, യുവ MP, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ സെലിബ്രിറ്റികളാകുമ്പോൾ, അതിപ്പോൾ സോഷ്യൽ മീഡിയയുടെ ആളുകളായാലും ആക്ടിവിസ്റ്റുകളായാലും രാഷ്ട്രീയക്കാരായാലും സിനിമാക്കാരായാലും കലാകാരന്മാരായാലും ഇപ്പോൾ വേടനെ പോലെയുള്ള പാട്ടുകാരായാലും സെലിബ്രിറ്റികളാകുമ്പോൾ സമൂഹം നമ്മളോടൊപ്പം വല്ലാതെ അടുക്കാൻ ശ്രമിക്കും. പ്രത്യേകിച്ച് യുവ തലമുറയിൽപ്പെട്ട പെൺകുട്ടികളും മറ്റൊക്കെ സീരിയസ് ആയി അടുക്കാൻ ശ്രമിക്കും. കാരണം അത് അവരുടെ കുറ്റമല്ല. ഒരു ആരാധന വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ അടുക്കാൻ ശ്രമിക്കും, അവരുടെ സ്നേഹം കാണിക്കും. പക്ഷേ തിരിച്ചങ്ങോട്ട് അവരുടെ ശരീരം കണ്ടുകൊണ്ടുള്ള പരിപാടികളാണ് മഹാഭൂരിപക്ഷം ആളുകളും ചെയ്യുന്നത്. ശരീരത്തിനപ്പുറം കരുതലും സ്നേഹവും കരുണയും ഒക്കെയാണ് പലപ്പോഴും പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ശരീരത്തിന് വേണമെങ്കിൽ അവർക്ക് ആരോടെങ്കിലുമൊക്കെ പോകാമായിരിക്കും. പക്ഷേ അതിനപ്പുറം ഈ സെലിബ്രിറ്റികളെ കാണുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക. എല്ലാ യുവ നേതാക്കളും സൂക്ഷിക്കണം. ഇനി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾ സ്വകാര്യ ജീവിതമാണെങ്കിൽ നിങ്ങൾക്ക് എന്തുമാകാം. പല സിനിമാ നടന്മാർ, സീരിയലിൽ പ്രവർത്തിക്കുന്നവരൊക്കെ സ്വകാര്യമായി മറ്റൊരാളിന് പരാതിയില്ലാതെ പല ആളുകളും ഇവിടെ ജീവിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ, ഓരോ മേഖല, ഞാൻ ഒരു മേഖലയായിട്ട് പറയുന്നില്ല. സാഹിത്യകാരന്മാർ, വളരെ മൺമറഞ്ഞു പോയ വളരെ വലിയ സാഹിത്യകാരന്മാർ, ഞാൻ ആരെയും പേര് പറയുന്നില്ല, ഒരുപാട് പേര് സ്ത്രീകളോട് താല്പര്യമുണ്ടാവുകയും അവരോടൊപ്പം ഒരുപാട് സ്ത്രീകൾ പോയി അവരുടെ ആവശ്യങ്ങൾ പരസ്പരം സാധിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള എത്രയോ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ചിലത് കഥയായിരിക്കും, ചിലത് യഥാർത്ഥമായിരിക്കും. പക്ഷേ അതൊക്കെ ആ ഉഭയകക്ഷി സമ്മതപ്രകാരവും മറ്റൊരാൾ അറിയാതെയുമൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. അത് നടന്നോട്ടെ. പൊതുജീവിതത്തിൽ നിൽക്കുന്നവർക്ക് ഒരു സോഷ്യലായി ഒരു സാമൂഹ്യമായ കണ്ണുണ്ട്. ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആൾ കെയേഴ്സ് എന്നുള്ളതാണ് തത്വം. നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും, നിങ്ങളിടുന്ന വസ്ത്രം, കഴിക്കുന്ന ആഹാരം, നിങ്ങളുടെ യാത്ര, സഞ്ചാരം, വാഹനം, സ്റ്റേ ചെയ്യുന്നത് എല്ലാം, നിങ്ങളുണ്ടാക്കുന്ന സ്വത്ത് മുഴുവൻ സമൂഹം എണ്ണി എണ്ണി നുള്ളിപ്പറക്കി ഓഡിറ്റ് ചെയ്യും. അതുകൊണ്ട് യുവ MP, യുവ MLA സാഷ്ടാംഗം സമസ്ത അപരാധവും പറഞ്ഞ് സമൂഹത്തിനോട് മാപ്പ് പറഞ്ഞതിന് ശേഷം, നിങ്ങൾ ആ പെൺകുട്ടികളോട് മാപ്പ് പറഞ്ഞതിന് ശേഷം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും മാപ്പ് പറഞ്ഞ് നിങ്ങൾ തിരുത്തി വരിക. നിങ്ങളെ കേരളത്തിനും ഈ സാമൂഹ്യ ജീവിതത്തിനും ആവശ്യമുണ്ട്. യുവ MLAക്കും യുവ MPക്കും പിന്തുണ അർപ്പിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, നിങ്ങൾ തിരുത്തി വരിക. ബാക്കിയുള്ള യുവ നേതാക്കളും രാഷ്ട്രീയത്തിൽ നിൽക്കുകയാണെങ്കിൽ, സാമൂഹ്യ രംഗത്ത് വരികയാണെങ്കിൽ പ്ലീസ് കെയർ, ഡോണ്ട് കെയർ എന്ന് പറയാതിരിക്കുക. കെയർ ചെയ്യുക. ഹൂ കെയേഴ്സ് എന്നുള്ളത് മറന്നേക്കുക. ആൾ കെയേഴ്സ് ആണെന്ന് ചിന്തിക്കുക.